ഹായ് ഫുട്ബോൾ പ്ലേയേഴ്സ് ഒരു 90 മിനിറ്റ്സിന്റെ ടഫ് മാച്ചിന് ശേഷം നെക്സ്റ്റ് ഡേ റെസ്റ്റ് എടുക്കാറുണ്ട്. പക്ഷേ ട്രെയിനിങ് പറയുന്നത് നെക്സ്റ്റ് ഡേ എപ്പോഴും ആക്റ്റീവ് റിക്കവറി സെഷൻ ആയിരിക്കണമെന്നാണ്. കാരണം നമ്മൾ തീർച്ചയായിട്ടും 90 മിനിറ്റ്സ് കളിക്കുമ്പോൾ നമുക്ക് എനർജി ഡിപ്ലീഷൻ തീർച്ചയായിട്ടും ഉണ്ടാകാം. അത് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബോഡിയിൽ ഡോംസ് ഉണ്ടാവാം. ഈ ഡോംസ് വെച്ചാൽ ഡിലേഡ് ഓൺസെറ്റ് മസിൽ സോർനെസ് ആണ്. അതായത് നമ്മൾ കൂളിംഗ് ഓഫ് ബ്ലഡ് നമുക്ക് ഫീൽ ചെയ്യും പ്ലേയേഴ്സിന്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് വേണ്ടത് ഒരു ആക്റ്റീവ് റിക്കവറി സെഷനാണ്. എന്താണ് ആക്റ്റീവ് റിക്കവറി സെഷൻ എന്നാൽ നമ്മൾ പ്ലേയേഴ്സിനെ വീണ്ടും റീജനറേറ്റ് ചെയ്യുന്നു. അതായത് പ്ലേയേഴ്സ് നമ്മൾ വാർമിംഗ് അപ്പിൽ തുടങ്ങുന്നു. അത് കഴിഞ്ഞ് അവർ ജസ്റ്റ് ഒരു എറോബിക് സെഷൻ ചെയ്യുന്നു. എറോബിക് സെഷൻ ലൈറ്റ് ഇന്റൻസിറ്റി എക്സസൈസ്. അതായത് പ്ലേയേഴ്സ് വളരെ ലൈറ്റ് എക്സസൈസ് ആയിരിക്കണം. കംപ്ലീറ്റ് റിക്കവറി. അതായത് എറോബിക് എക്സസൈസിനെ പ്രത്യേകിച്ചാൽ മോർ ഓക്സിജൻ അകത്തേക്ക് വരുന്നു. അപ്പോൾ മസിൽസ് പെട്ടെന്ന് റിക്കവർ ആവുന്നു. അതിനോടൊപ്പം വേണമെങ്കിൽ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ സെഷൻ നല്ലതായിരിക്കും. ഒപ്പം ഒരു സ്ട്രെച്ചിങ് സെഷൻ, നല്ലൊരു ഫുൾ സ്ട്രെച്ചിങ് സെഷൻ ഇട്ട് കഴിഞ്ഞാൽ പ്ലേയേഴ്സിന് ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. പ്ലസ് അവർക്ക് ആ റീജനറേഷൻ ഉണ്ടാവും. അതായത് മസിൽസ് വീണ്ടും പ്രീവിയസ് കണ്ടീഷനിലേക്ക് വരും എന്നുള്ളതാണ്. നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് മസിൽസിന്റെ ഇലാസ്റ്റിസിറ്റി നമുക്ക് കൂടുതൽ പ്രീവിയസ് കണ്ടീഷനിലേക്ക് വരുന്നത്. നമുക്ക് ഏജിങ് പോലും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലേയേഴ്സ് അവരുടെ ഒരു ടഫ് മാച്ചിന് ശേഷം നെക്സ്റ്റ് ഡേ ആക്റ്റീവ് റിക്കവറി സെഷൻ ചെയ്യുക. അടുത്ത ദിവസം വേണമെങ്കിൽ റെസ്റ്റ് എടുത്താൽ അതിൻ്റെ അടുത്ത ദിവസം നന്നായിട്ട് പെർഫോം ചെയ്യും. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധാരണയാണ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്താലേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. ശരിക്കും നമ്മൾ സയൻസ് ഓഫ് ട്രെയിനിങ് ഫോളോ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്ലേയേഴ്സ് ആക്റ്റീവ് റിക്കവറി സെഷന്റെ പ്രധാന ഉദ്ദേശം നമുക്ക് ആ ഡോംസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും പ്രൊഫഷണൽ ടീംസ് ഒക്കെ ഈ ഡോംസ് അസസ് ചെയ്യാനുള്ള ഇക്വിപ്മെന്റ് ഉണ്ട്. നമ്മളെയൊക്കെ ലെവലിൽ അല്ലെങ്കിൽ ഒരു കോളേജ് ലെവലിൽ തീർച്ചയായിട്ടും നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും ടഫ് മാച്ചിന് ശേഷം ഒരു ആക്റ്റീവ് റിക്കവറി സെഷൻ എടുക്കുക. അതിൻ്റെ അടുത്ത ദിവസം ഒരു ഫുൾ റെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത ദിവസം ട്രെയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഫുട്ബോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണാം.